ഉത്തമ, വേണ്ട, വരരുത്, എന്റെ അടുത്ത് വരരുത്. കൊല്ലും, എല്ലാത്തിനെയും കൊന്നുകളയാൻ. ഇത് ഞാനാ, നിന്റെ കൊച്ചൻ തോണിച്ചേട്ടൻ. അല്ല, ചതിക്കാനാ. എന്നെ ചതിച്ച് കൊല്ലാൻ എന്റെ അടുത്ത് കൊന്നുകളയും ഞാൻ. ഒക്കെ കൈവിട്ടു പോയിടത്താ ഞാനിപ്പോ നിൽക്കണത്. എന്റെ ഗൗരി ഇല്ലായിരുന്നെങ്കിലും പിന്നീട് ദൈവം എനിക്ക് കൊണ്ടു തന്ന എന്റെ അമ്മ, എന്റെ ഏട്ടൻ ഒക്കെ നഷ്ടപ്പെട്ടു പോയിടത്താ ഞാനിപ്പോ നിൽക്കണത്. കൊല്ലും, എല്ലാത്തിനും കൊന്നുകളയും ഞാൻ. അലക്സിയെ കൊന്ന പോലെ കൊടലും കരളും ഒക്കെ പുറത്തു വരുവോളം കുത്തി കുത്തി കൊന്ന പോലെ കൊല്ലും, കൊന്നുകളയും, കൊല്ലിക്ക, എല്ലാത്തിനും കൊല്ലും. സണ്ണി തോമസ്. എവിടെയവൻ? പറയടി. ഉത്തമൻ എവിടെയാടി? എവിടെയാടി അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയടി. എവിടെയാ? എവിടെ ദത്തുപുത്രൻ? എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് അവനെ വേണം. അവനാരെ കൊന്നിട്ടില്ല. വയസ്സുകാലത്ത് കള്ളം പറഞ്ഞ് എന്റെ കൈ കൊണ്ട് തന്നെ ചാവണോ തള്ളേ? അവനെ രക്ഷിക്കാൻ ശ്രമിച്ച നിന്റെ കെട്ടിയോനുണ്ടല്ലോ, നഷ്ടമാവും നിനക്ക്. മനസ്സിലായോടി? ഈ താലിച്ചരട് നീ അഴിച്ചു പറിച്ച് കളയേണ്ടി വരും. പറഞ്ഞേക്കവനോട്. ചോര കണ്ട് മടുത്തവനെ സണ്ണി. പുലിമുറ്റത്തെ കൊച്ചച്ഛൻ, ചെറിയാങ്കൊച്ചച്ഛൻ. ഉത്തമനെ നാളെ താനും തന്റെ എസ്ഐയും കോടതിയിൽ ഹാജരാക്കില്ല. സണ്ണിയുടെ ഒരു വിരലിൽ ആയുസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ഈ കൈകൊണ്ടാ. സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കാം, ഈ ഒരു പകലും രാത്രിയും കൂടെ ആ ചെറുക്കൻ ഈ ചെകുത്താന്റെ കയ്യിൽ പെടാതിരുന്നാ മതി. ഇരുട്ടത്തായി ഇല്ലേ? അതങ്ങനെയാ ജീവിതത്തിന്റെ ഒരു കളി. മനസ്സിൽ ആശകൾ കുത്തി നിറയ്ക്കും, അത് വെളിച്ചമായി മുന്നോട്ട് നടത്തും. ഒടുവില് കൊടുങ്കാറ്റത്താ കൊണ്ട് നിർത്തുക. വിളക്കണയ്ക്കും, ഇരുട്ടത്താക്കും. ഒറ്റയ്ക്ക് ഇരുട്ടത്ത്. ഞാൻ ഒറ്റയ്ക്കല്ല തുണിച്ചേട്ടാ. നാളെ കോടതിയിൽ കേസിന് വിളിക്കുമ്പോ വാദിക്കാൻ നല്ല ഒന്നാന്തരം വക്കീല്, എല്ലാം നോക്കി നടത്താൻ കൂടപ്പിറപ്പിനെ പോലെ ഏട്ടൻ, പ്രാർത്ഥിക്കാൻ എൻ്റെ ഗൗരി, എൻ്റെ അമ്മ, പിന്നെ നിങ്ങളൊക്കെ ഇല്ലേ. ഞാൻ ഒറ്റയ്ക്കല്ല. പുലരുവോളം നടക്കാനുള്ള വഴിയുണ്ട് പുല്ലൂരംകുന്നിലേക്ക്. കൂട്ടിന് ഇവരുണ്ടാവും. അറിയാലോ, പക വെച്ചാ വക വരുത്തിയേ സണ്ണി ഇറങ്ങൂ. എസ് ഐ ജയൻ സാറും ചെറിയാൻ കുഞ്ഞും കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലം വരെ ഒരു പോറലും ഏൽപ്പിക്കാതെ ഇവർ കൊണ്ടെത്തിച്ചോളും. നന്ദി പറയാനും പകരം തരാനും ഒന്നും എനിക്ക് ഒന്നും വേണ്ട. കേടൊന്നും കൂടാതെ നീ ഉണ്ടായിരുന്നാ മതി. ചെല്ലേ കുഞ്ഞേ, ഇനി ഒരിക്കലും നീ വടക്കമ്മല കയറരുത്. ഒരിക്കലും ഇല്ല, ഒരിക്കലുമില്ല. ചെല്ലേ എന്റെ കർത്താവേ. കോടതി കയറുമ്പോ ഈ പ്രസാദം അവന്റെ നെറ്റിയിൽ ഉണ്ടാവണം.
നീ തൊടിയിച്ചു കൊടുക്കണം. എന്റെ കൺമുമ്പിൽ ഇല്ലല്ലോ അവൻ. അവന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രം അമ്മയ്ക്ക് പണിയെന്ന് പറഞ്ഞേക്കണം എന്റെ കുട്ടിയോട്. വക്കീലിന് നല്ല ആത്മവിശ്വാസമുണ്ട്. എന്റെ മനസ്സും പറയുന്നു നിയമത്തിന്റെ പരമാവധി ആനുകൂല്യം അവന് കിട്ടും. ഇവിടെ നിന്ന് മാറി കുറച്ച് ദൂരെ എവിടെയെങ്കിലും നല്ലൊരു ജോലി അവന് ഏർപ്പാടാക്കണം. അവിടെ താമസിക്കാൻ ഒരു വീടും കൂടെ അവന്റെ ഗൗരി. എവിടെയാടി അവൻ? എവിടെ അവൻ? പറയടി. എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? പറയടി. മാറ് സണ്ണി, വേണ്ട. സണ്ണി അവളെ വിട്. എനിക്കവനെ വേണം, ഉത്തമനെ. ഇവിടെയാണ് അവന്റെ കോടതി, ഇവിടെ നിന്നാണ് അവന്റെ വിധി. അതുവരെ ഇവിടെ ആരും കൊണ്ടുപോയില്ല. എന്റെ അലക്സ് മോനെ കൊന്നവനെ എനിക്ക് വേണം. എങ്കിൽ അവളെ വിട്ടേക്ക്. ഉത്തമനെയല്ല, എന്നെയാണ് നിനക്ക് വേണ്ടത്. അലക്സിയെ കൊന്ന ഞാന്. എന്റെ ഈ കൈ കൊണ്ട് അലക്സ് മരിച്ചത്.
വേണ്ട 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 ഇത് അവനുള്ളതാ. ജീവിക്കണം, നമുക്ക് ജീവിക്കണം. എന്നെ വിട്. ഉത്തമ, ഇത്രയും കാലം കാത്തിരുന്നില്ല അമ്മയുടെ കുട്ടി. ഇന്നൊരു രാത്രിയും കൂടെ അല്ലേ ഉള്ളൂ. ഉറങ്ങിക്കോ. ഈ കഴിഞ്ഞ കാലമൊക്കെ പോയതുപോലല്ല. ഈ രാത്രി എന്തോ തീരാത്ത പോലെ.